ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ കേൾപ്പാൻ ദൈവടയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ച, ഒരു സുവിശേഷ യോഗം ക്രമീകരിച്ച ഇവാഞ്ചലിസ്റ്റ് ജേക്കബ് ബോബസ്, തൻ്റെ കുടുംബം, പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ശേഷം ദൈവദിനം ശുശ്രൂഷിക്കുന്ന ചച്ചകോട് കേരള സ്റ്റേറ്റ് കോതമംഗലം സെൻറ്ററിൻ്റെ സൺഡേ സ്കൂളിൻ്റെയും YP-യുടെയും കോർഡിനേറ്ററായി ഇവിടെ പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ നടുക്കുടി മറ്റത്തിൽ കോളനിയുടെ സമീപമുള്ള ചർച്ചിൻ്റെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ഹാരിസൺ സേവിയർ, അതുപോലെ ചച്ചകോടിൻ്റെ കോതമംഗലം സെൻറ്റർ പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ വക്കച്ചൻ വർഗീസ്, എൻ്റെ സമീപയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ബിനോയ് P. മാത്യു, പാസ്റ്റർ ആന്ത്രോസ്, പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ 3 ദിവസമായിരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ഈ സാവകാശത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുക. നമുക്കറിയാം, ഈ കാലഘട്ടം, നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടം വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ആശങ്ക മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഞങ്ങളിങ്ങനെ ഓരോ കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ ഞങ്ങളുടെ ഫോൺ നമ്പർ കണ്ടെത്തി ഞങ്ങളെ വിളിക്കുമ്പോഴും അവർ കടന്നു പോകുന്നതായ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വളരെ കണ്ണുനീരോടുകൂടെ ഞങ്ങളോട് ഓർപ്പിക്കാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കറുകുടം പ്രദേശത്ത്, പ്രത്യേകിച്ചും വില്യംപടിയുടെ സമീപം, ഈ ഭവനത്തിൻ്റെ ഈ മുറ്റത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ഈ 3 ദിവസം ഒരുക്കപ്പെട്ടതിൻ്റെ പിൻപിൽ ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് സധൈര്യം ഇവിടെ പറയാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത്. പ്രത്യേകിച്ച് ശബ്ദപരിധിയിൽ
ആ പ്രഭാഷണത്തിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 3000-ഓളം പേര് അന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച കർത്താവിൻ്റെ വചനമനുസരിക്കുവാൻ അവർ സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനം ഏൽക്കുകയും ചെയ്തു. പിന്നെ സഭയുടെ ഉപദേശം പരിശുദ്ധാത്മാവ് തിരുവചന ഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ക്രൈസ്തവ സഭയുടെ ഉപദേശം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 38 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളില്ല. പക്ഷെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരാൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നടക്കുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിപ്പാനിടയായി തീരുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ തിരുവെഴുത്തിനോട് ബന്ധപ്പെട്ട് പരിചയമുള്ളവർക്കറിയാം അവിടെ നടന്ന കാര്യം. അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുൻപിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ ശ്രദ്ധിച്ചപ്പോൾ ആ മനുഷ്യനും ഈ അപ്പോസ്തലന്മാർ തങ്ങളെ തന്നെ നോക്കുന്നത് കണ്ട് വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഈ അപ്പോസ്തലന്മാരെ ആ മനുഷ്യൻ ശ്രദ്ധിച്ച് നോക്കിയ ആ സന്ദർഭത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ്: വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞ ആ ക്ഷണത്തിൽ ആ മനുഷ്യൻ സൗഖ്യമുള്ളവനായിട്ട് മാറി. ഇന്ന് പകലിൽ ഈ രാത്രിയിൽ നമ്മൾ ഒന്നിച്ച ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാ. ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണേലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടെന്നുള്ള വസ്തുത ഈ 3-ാം അധ്യായത്തിൽ നടന്ന സംഭവത്തിൽ കൂടെ നമുക്ക് വ്യക്തമാകുന്നൊരു വസ്തുതയാണ്. നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ അവൻ മുടന്തനായ മനുഷ്യനാണ്. അവൻ്റെ വയസ്സ് എത്രയായിക്കോട്ടെ, പിന്നിട്ട നമുക്കൊരു 40-ഓ 50-ഓ വയസ്സ് കണക്കാക്കാം. അത്രയും വയസ്സും അവൻ മുടന്തനായി കഴിഞ്ഞവനാ. എന്നാൽ കർത്താവായ യേശുവിൻ്റെ നാമം അത്ഭുതകരമായ നിലയിൽ അവനെ വിടിവയ്പ്പാൻ ഇടയായെങ്കിൽ ഞങ്ങൾ ഇന്ന് പകലിൽ ഈ രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഈ ശബ്ദപരിധിയിലുള്ള പ്രിയപ്പെട്ടവരോടും ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മെ സൗഖ്യമാക്കുന്ന നാമമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മെ വിടുവിക്കുന്ന നാമമാണ്. നമ്മൾ ശ്രദ്ധിക്കണമേ, അവിടെ അത്ഭുതകരമായ ദൈവവിടുതൽ ഉണ്ടായപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ജനം ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവൻ 11-ാമത്തെ വാക്യം മുതൽ താഴോട്ട് 26-ാമത്തെ വാക്യം വരെ അപ്പോസ്തലനായ പത്രോസിൻ്റെ 2-ാമത്തെ ശ്രദ്ധേയമായ പ്രഭാഷണം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അടുത്ത 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനം കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ മുടന്തനായ മനുഷ്യന്റെ സൗഖ്യം, അതുപോലെ തന്നെ കർത്താവ് തൻ്റെ ദാസന്മാരെ കൂടി ചെയ്യുന്ന അസാധാരണമായ ദൈവ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട അനേകർ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും അവരെ ഒക്കെ തന്നെ കർത്താവായ യേശു ക്രിസ്തു വിടുവിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയുള്ള സമയം അന്നത്തെ മതമേലധ്യക്ഷന്മാർ അപ്പോസ്തലന്മാരെ പിടിക്കുകയും അന്ന് വൈകുന്നേരമായതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ വിചാരണ ചെയ്യുന്നതിനായി അവരെ തടവിലാക്കുകയും പിറ്റേ ദിവസം രാവിലെ അപ്പോസ്തലന്മാരോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ശേഷം സംസാരിക്കരുത് എന്ന് പ്രഭു അവരെ ശക്തമായ താക്കീത് നൽകുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നു. ആ സന്ദർഭത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ പത്രോസിൻ്റെ 3-ാമത്തെ ശക്തമായ പ്രഭാഷണം നമ്മളിവിടെ വായിക്കുകയാണ്. ആ പ്രഭാഷണത്തിന് ശേഷം ദൈവത്തിൻ്റെ ദാസന്മാർ കൂടി വരികയും അവരെ ശക്തമായി ദൈവസനെ പ്രാർത്ഥിക്കുകയും അസാധാരണമായ ദൈവശക്തി അവരുടെ മധ്യേ വ്യാപരിക്കുകയും ചെയ്തത് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദൈവപ്രവൃത്തി കണ്ട് ആകെ അസ്വസ്ഥനായ സാത്താൻ എങ്ങനെയും ദൈവസഭയെ തകർത്ത് കളയാനുള്ള പദ്ധതികൾ അവൻ ആവിഷ്കരിക്കുന്നതാണ് വായിപ്പാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണമേ, ജനം വിടുവിക്കപ്പെടുന്നു, ജനം സൗഖ്യമാകുന്നു, ജനത്തിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നു. ഇതിൽ അസ്വസ്ഥനായ സാത്താൻ എങ്ങനെയും ഈ ദൈവപ്രവൃത്തിയെ തടയുവാനുള്ള
അവൻ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ് വായിക്കുന്നത്. അമീൻ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അതിൻ്റെ 10 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ, 11 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാത്താൻ ദൈവസഭയ്ക്കകത്ത് പ്രവർത്തിക്കുകയാണ്. സാത്താൻ ദൈവസഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. അവിടെ നമ്മൾ വായിക്കണം 3-4 വാക്യം, അതുപോലെ തന്നെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവർ പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും അവർ വ്യാജം കാണിക്കുകയും അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ പരീക്ഷിക്കുകയും ചെയ്തത് നമ്മൾ തിരുവചനത്തിൽ വായിക്കുക. നമ്മൾ ശ്രദ്ധിക്കണമേ, അങ്ങനെ ഒരു വശീകരണം നടക്കാനുള്ള കാരണം എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, സാത്താൻ്റെ അധീനതയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. അങ്ങനെ ദൈവസഭ വളരെ ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തിലും അതുപോലെ തന്നെ ആത്മനിറവിലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയും ദൈവപ്രവൃത്തിയെ തടയുവാൻ സാത്താൻ ശക്തമായിട്ട് കടന്നു വരുന്നു. ദൈവജനത്തിൻ്റെ നടുവിൽ ദൈവഹിതമല്ലാത്തത് പരിശുദ്ധാത്മാവിനോട് ദൈവത്തോട് വ്യാജം കാണിക്കത്തക്കവണ്ണം, അതുപോലെ ദൈവത്തെ പരീക്ഷിക്കത്തക്കവണ്ണം അവരുടെ ഉള്ളിൽ സാത്താൻ പ്രവർത്തിക്കുന്നു. സാത്താൻ അവരുടെ ഹൃദയത്തെ കൈവശമാക്കാനിടയായി. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിച്ച് വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. സാത്താൻ നമ്മെ കൈവശമാക്കുന്ന, അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കി ദൈവികതമല്ലാത്തൊരു പ്രവൃത്തി നമ്മിൽ കൂടെ വരുവാൻ ഒരിക്കലും ഇടയാകാതെ വണ്ണം കർത്താവിൻ്റെ സൻവിശ്വസ്തയോടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. 12 മുതൽ താഴോട്ടുള്ള വാക്യം, 12 മുതൽ 16 വരെയുള്ള വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ സഭ ഈ പ്രത്യേക സാഹചര്യത്തിൽ സാത്താനോട് എതിർത്ത് നിൽക്കുകയും അവൻ്റെ പദ്ധതികളോട് ഒരു വിധത്തിലും യോജിക്കാതെ വണ്ണം സഭ ഉചിതമായ നടപടിയെടുക്കുവാൻ തയ്യാറായതുകൊണ്ട് തിരുവചനത്തെ താഴെ വായിക്കുന്ന ഇങ്ങനെയാണ്, പിന്നെയും ദൈവം അത്ഭുതകരമായ നിലയിൽ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അവിടെ വായിക്കുന്ന വിശുദ്ധ പത്രോസിന്റെ നിഴൽ വീഴുമ്പോൾ രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം വലിയ ദൈവപ്രവൃത്തി നടക്കുക. സ്തോത്രം. ദൈവത്തിന്റെ പേരിൽ ശ്രദ്ധിക്കണമേ. സഭ വിശുദ്ധിക്ക് വേണ്ടി നിന്നതിനാൽ, സഭ ദൈവത്തിന് വേണ്ടി നിന്നതിനാൽ അസാധാരണമായ ദൈവപ്രവൃത്തി നടപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇവിടെ കൂടി വന്നിരിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിൽപ്പാൻ തയ്യാറായാൽ ഇന്ന് രാത്രിയിലും അത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകരുത്. 5-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുന്ന അനന്യ സഫീർ എന്ന് പറയുന്നവർ ചിലപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഒക്കെ ആകാം, സ്നേഹിതരായിരിക്കാം. എന്നാൽ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അങ്ങനെ നിന്നതിനാൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവടയാക്കി. എന്നാൽ നമ്മൾ താഴോട്ട് വായിച്ചു 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ കാണുന്ന വസ്തുത സഭയ്ക്ക് പുറത്തു നിന്നുള്ള ഉപദ്രവം നേരിടുന്നതായിട്ടാണ് വായിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. 1, 2, 3, 4, 5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സാത്താൻ എങ്ങനെയും ദൈവസഭയെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ പദ്ധതി ഇടുന്നെങ്കിൽ അതിൻ്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവജനം ജനം വിടുവിക്കപ്പെടരുത്, ജനം ദൈവത്തെ അറിയരുത്, ദൈവത്തിന് വേണ്ടി ജീവിക്കരുത് എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് സാത്താൻ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ സഭയ്ക്ക് പുറത്തുനിന്നുള്ള ഉപദ്രവം ശക്തമായി നേരിടുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് അന്നത്തെ മതകോടതിയാണ്, മതമേലധ്യക്ഷന്മാരാണ്. പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരും സദൂക്യരും അതുപോലെ ന്യൂനപക്ഷമായ പരീശന്മാരും ഉൾപ്പെട്ട സന്നിഹിതരെ സംഘം അവരെ പിടിച്ച് പൊതു തടവിലാക്കുക. ഈ പൊതു തടവ് നിലനിൽക്കുന്നത് സന്നിഹിതരെ സംഘം കൂടി വരുന്ന കെട്ടിടത്തിൻ്റെയും അതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിൻ്റെയും സമീപയാണ്. സ്തോത്രം. ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം
അത്ഭുതകരമായ നിലയിൽ അപ്പോസ്തലന്മാരെ വിടുവിക്കുന്നതാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഏത് കാരാഗ്രഹത്തിലാക്കിയാലും ആ കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായ നിലയിൽ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി കാരാഗ്രഹത്തിന് സമാനമായ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരോടായി ഞങ്ങൾ ഈ സായാഹ്നത്തിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളെ സ്വതന്ത്രമാക്കുന്നൊരു നാമമാ യേശുവിൻ്റെ നാമം. അപ്പോസ്തലന്മാരെ അത്ഭുതകരമായ നിലയിൽ സ്വർഗത്തിലെ ദൈവം വിടുവിച്ചു. 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പത്രോസിനെ തടവിലാക്കിയിരിക്കുമ്പോൾ ആ രാത്രിയിൽ അത്ഭുതകരമായ നിലയിൽ പത്രോസിനെ ദൈവം വിടുവിക്കുന്നു. 16-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുന്ന സന്ദർഭത്തിൽ അവരെയും അത്ഭുതകരമായ നിലയിൽ കർത്താവ് വിടുവിക്കുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ദാസന്മാരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുവാൻ കഴിയുകയില്ല. ദൈവപ്രവൃത്തിയെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ കഴിയത്തില്ല. ജനത്തിന്റെ വിടുതലിനെ ഒരു ചങ്ങല കൊണ്ടോ ഒരു കാരാഗ്രഹം കൊണ്ടോ തടയുവാൻ കഴിയുകയില്ലെന്നുള്ള ശക്തമായൊരു സന്ദേശമാണ് ഈ 5-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും 16-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധാത്മാവ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ പേരിൽ ദൈവസഭയ്ക്ക് നേരെ ശക്തമായ ഉപദ്രവങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ദൈവജനത്തിനും ദൈവസഭയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികൾ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനം വിടുവിക്കപ്പെടുന്നതിൽ അസ്വസ്ഥനായിരിക്കുന്ന പിശാച് ദൈവപ്രവൃത്തിയെ തടയുവാൻ ദൈവത്തിന്റെ വിടുതൽ ഒരു വിധത്തിലും നടക്കാതിരിക്കാൻ അതിനുള്ള സകല പ്രയത്നങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ നടുവിലും ശക്തമായൊരു ദൂത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത്. കാരാഗ്രഹമാകട്ടെ, ചങ്ങലകളാകട്ടെ, ഉപദ്രവങ്ങളാകട്ടെ, പീഡകളാകട്ടെ, ദൈവപ്രവൃത്തിയെ തടയുവാൻ കഴിയില്ല എന്നുള്ള ശക്തമായ സന്ദേശം ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക. അന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് അപ്പോസ്തലന്മാരെ സ്വന്തമാക്കി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ യെരൂശലേം ദേവാലയത്തിൽ പ്രസംഗിക്കണം. നമ്മൾ ശ്രദ്ധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊതു തടവിന് തൊട്ടടുത്താണ് യെരൂശലേം ദേവാലയം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സ്വതന്ത്രമാക്കിയത്, ഈ പൊതു തടവിൽ നിന്ന് അവരെ വിടുവിച്ചത് യെരൂശലേം ദേവാലയത്തിൽ യേശുവിനെ സാക്ഷിപ്പാനാ. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ അവർ യേശുവിനെ സാക്ഷിക്കുന്നതാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. പിറ്റേ ദിവസം രാവിലെ അപ്പോസ്തലന്മാരെ അന്വേഷിച്ചപ്പോൾ അവരെ കാണാൻ കഴിയുന്നില്ല. എങ്ങനെ അവർ അന്വേഷിക്കുമ്പോൾ വന്നൊരു വാർത്ത ഇങ്ങനെയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം തടവിലാക്കിയ അപ്പോസ്തലന്മാർ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. ജനത്തെ പേടിച്ച് ഇവരെ അനുനയിപ്പിച്ച് വേഗത്തിൽ ഇവരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് നിങ്ങളോട് ഞങ്ങൾ കൽപ്പിച്ചിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ പിന്നെയും ഈ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്നത്? നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ടുമുകളിലുള്ള 28-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കണമേ, ഇവിടെ മഹാപുരോഹിതന്മാരും മതമേലധ്യക്ഷന്മാർ, മതകോടതി വിചാരിച്ചത് ഇവരുടെ ഭീഷണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പോസ്തലന്മാർ നിശബ്ദരായി മാറുമെന്ന. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഭീഷണിക്ക് അവരെ നിശബ്ദരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ശക്തമായ ദൂതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുന്നത്. ശ്രദ്ധിക്കണമേ, ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നമുക്കറിയാമല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസിന് മുമ്പിൽ നിർത്തുമ്പോൾ ആ സന്ദർഭത്തിൽ പീലാത്തോസ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ സന്ദർഭത്തിൽ ഇവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നീതിമാന്റെ രക്തം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ഇപ്പോൾ ഇവരെ പറയുകയാണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്താൻ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലേ, 2-ാം അധ്യായം മുതൽ മുൻപോട്ടുള്ള ഓരോ അധ്യായത്തിലും അപ്പോസ്തലനായ പത്രോസിന്റെ പ്രഭാഷണത്തിലെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു, ആ ക്രൂശിച്ചു കൊന്ന യേശുവിന് പിതാവിന്റെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിപ്പാനിടയായി തീർന്നു. സ്തോത്രം.
രണ്ടാം അധ്യായം നമ്മൾ വായിക്കണം. 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും അവിടെ എല്ലാം തന്നെ ശക്തമായ സന്ദേശം ദൈവത്തിന്റെ ദാസൻ നൽകിയ നിങ്ങൾ ക്രൂശിച്ച യേശു, നിങ്ങൾ ക്രൂശിച്ച യേശു, ആ യേശുവിനെയാണ് പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിപ്പാനിടയായത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ശക്തമായ പ്രഭാഷണം. 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് പത്രോസ് അപ്പോസ്തലന്മാരോട് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, വിഖ്യാതമായ പ്രസംഗമാണ് നമ്മളിവിടെ വായിപ്പാൻ കഴിയുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ പ്രസംഗങ്ങളും വളരെ വിഖ്യാതമായിരുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളെ പത്രോസിന്റെ വാക്കിലുണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിക്കുക, 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇതുപോലെ തന്നെ വളരെ വിഖ്യാതമായ ഒരു പ്രസംഗമാണ്, വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് താൻ പറഞ്ഞത്, ഇങ്ങനെയാണ് മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. സ്തോത്രം. വിഖ്യാതമായ പ്രസംഗം. ദൈവത്തിന്റെ മേലെ അവരെ ആകെ അസ്വസ്ഥരാക്കിയ മുഴുവൻ മതമേലധ്യക്ഷന്മാരെയും അസ്വസ്ഥരാക്കിയ ഒരു വചനമാണ് അവിടെ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞത്. മറ്റൊരുത്തൻ രക്ഷയില്ല. ഇന്ന് രാത്രിയിൽ ഈ വാക്യം ഇവിടെ വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഏക നാമം, വിടിവിക്കാൻ കഴിയുന്ന ഏക നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ശക്തമായ വിഖ്യാതമായ തന്റെ പ്രസംഗം, ആ പ്രസംഗത്തിൽ തന്നെ ഓർപ്പിച്ചത് ഇങ്ങനെയാണ്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് വിളിച്ചു പറയുന്നത് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുക. ഇന്ന് രാത്രി പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ആരാണ്? നാമല്ലേ? നമ്മളല്ലേ കഷ്ടം അനുഭവിക്കുന്നത്, നമ്മളല്ലേ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ പ്രതിസന്ധിയിൽ നിന്നൊരു വിടുതൽ വേണം, ഈ പ്രതിസന്ധിയിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ മനുഷ്യരെ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രി മനുഷ്യരെ അല്ല, ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ രാത്രി നമ്മൾ തയ്യാറാകുന്നെങ്കിൽ നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. യേശു നിങ്ങളെ വിടുവിക്കാൻ, യേശു രക്ഷിപ്പാൻ മതിയായവനാണ്. അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. മനുഷ്യർ നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. യേശുവിന്റെ അരികിലേക്ക് ചെല്ലാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകാം. യേശു പലരെയും വിടുവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതല നടന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് രാത്രി നമ്മൾ ആഗ്രഹിക്കുന്നവരാകാം. പക്ഷേ ഈ രാത്രി ശ്രദ്ധിക്കണമേ, യേശുവിന്റെ വിടുതൽ അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ നാം അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ മരത്തിമേൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കണമേ, ഇവിടെ വിശുദ്ധ പത്രോസ് ഓർപ്പിക്കുന്ന നിങ്ങൾ മരത്തിമേൽ തൂക്കിക്കൊന്ന ക്രൂശ് എന്നുള്ള പദം അവിടെ അപ്പോസ്തലൻ ഉപയോഗിക്കാതെ മരമെന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണമുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകം 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മരത്തിമേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. പുരാതന കാലത്ത് ഒരുവനെ മരണവിധി കൽപ്പിച്ചാൽ അവനെ പരസ്യമായിട്ട് മരത്തിമേൽ തൂക്കിക്കൊല്ലുമായിരുന്നു. ആ മരത്തിമേൽ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ നിന്ദയുടെ പരസ്യമായൊരു പ്രദർശനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, രാത്രി ശ്രദ്ധിക്കണമേ. യേശു ക്രിസ്തുവിനെ മരത്തിമേൽ തൂക്കിക്കൊന്നുവെന്ന് ഇവിടെ വിശുദ്ധ പത്രോസ് ശക്തമായിട്ട് വിളിച്ചു പറയുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ മരത്തിമേൽ തൂക്കിക്കൊന്ന യേശു, മരത്തിമേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, ശാപമായി മാറിയ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ശാപഗ്രസ്തനായി തീരത്തക്കവണ്ണം ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല എന്നുള്ളത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏവർക്കും അറിയാം. തന്റെ ജീവിതത്തിൽ തെറ്റും ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. സാത്താന് യേശുവിന്റെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാനായിട്ട് അവന് കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞിട്ടില്ല. അമീൻ കള്ളസാക്ഷികളെ കൊണ്ടുവന്നിട്ടും അമീൻ യേശുവിൽ അവൻ ഒരു കുറ്റവും ചുമത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പീലാത്തോസ് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, അവൻ ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. ഹെരോദാവ് വിളിച്ചു പറഞ്ഞു, അവൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. സന്നദ്ധി സംഘത്തിന് അവൻ യേശുവിന് മരണവിധി കൽപ്പിക്കത്തക്കവണ്ണം അവൻ അവനിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെന്തിനാണ് യേശു ക്രിസ്തു ശാപമായി മാറിയത്? ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. നാം ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അനന്തര ഫലമായി ആ പാപത്തിൽ നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ശാപമായി മാറിയ ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, അവൻ ഈ രാത്രി ശ്രദ്ധിക്കണമേ. പാപത്തിൽ നിബന്ധിച്ച അവൻ ജീവിതത്തിൽ ഒരു വല്ലാത്ത കൈപ്പേറിയ അവസ്ഥയിൽ കൂടെ മുൻപോട്ട് പോകുമ്പോൾ അവൻ നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം ശാപമായി മാറിയ ക്രിസ്തു, ഇതാണ് ഇവിടെ വിശുദ്ധ പത്രോസ് വിളിച്ചു പറയുന്നത്. അവൻ നിങ്ങൾ മരത്തിമേ തൂക്കിക്കൊന്ന അവൻ യേശുവിനെ അവൻ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് രാത്രി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മെ രക്ഷിപ്പാൻ വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ യാഗമായി മാറിയ കർത്താവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. 31-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ താൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഇസ്രായേലിന് മാനസാന്തരവും അവൻ പാപമോചനവും അവൻ നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവുമായും ഉയർത്തിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവൻ ഈ വചനത്തോട് ബന്ധപ്പെട്ട് 1-2 കാര്യം അവൻ വേഗത്തിൽ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അവൻ പ്രഭുവും രക്ഷിതാവുമായി ഉയർത്തിയിരിക്കുന്ന ക്രിസ്തു, അവൻ പ്രഭു അമീൻ അഥവാ പ്രിൻസ്, അമീൻ അല്ലെങ്കിൽ ലീഡർ. അമീൻ മൂലഭാഷയിൽ അമീൻ ഗ്രീക്കിൽ ഈ പദത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് അമീൻ ആർക്കഗോസ് എന്നുള്ള പദമാണ്. സ്തോത്രം. അമീൻ ആർക്കഗോസ് എന്ന് പറഞ്ഞാൽ അമീൻ കേവലം ഒരു ഭരണാധികാരി എന്നതിൽ ഉപരിയായി ചില അർത്ഥങ്ങൾ അതിൻ്റെ പിൻപിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണമേ. അമീൻ വെറും ഒരു ഭരണാധികാരി എന്നതിലുപരിയായി അമീൻ ചില അർത്ഥങ്ങൾ അതിൻ്റെ പിൻപിലുണ്ട്. അമീൻ 1-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അമീൻ വഴികാട്ടുന്നവൻ. വഴികാട്ടുന്നവൻ എന്ന് പറയുമ്പോൾ ഒരു സൈന്യത്തെ മുന്നിൽ നിന്ന് അമീൻ നയിക്കുന്ന തലവൻ, അമീൻ ഒരു പുതുവഴി അമീൻ തലവൻ, ഒരു പുതുവഴി അമീൻ വെട്ടി ഒരുക്കുന്നവൻ, അമീൻ അതുപോലെ തന്നെ നമ്മൾ നടക്കേണ്ടുന്ന അമീൻ പാത കാണിച്ചു തരുന്നവൻ. ശ്രദ്ധിക്കണമേ. അമീൻ 1-ാമത്തെ അർത്ഥമാണ് ഞാൻ ഓർപ്പിച്ചത്, അമീൻ വഴികാട്ടുന്നവൻ. വഴികാട്ടുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയിലുള്ളവർ അമീൻ ചിലപ്പോൾ വഴിയറിയാതെ അവൻ ഭാരപ്പെടുന്നവരായിരിക്കാം. എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ വണ്ണം അവൻ ജീവിതത്തിൽ വല്ലാതെ അവന് സങ്കടത്തിലൂടെ വേദനയിൽ കൂടെ ഈ രാത്രി കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നമ്മെ വഴികാട്ടാൻ കഴിയുന്ന അവൻ ഏകൻ ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുന്ന് ഒരിക്കൽ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയാണ്: അവൻ ഞാൻ തന്നെ വഴിയും അവൻ സത്യവും അവൻ ജീവനുമാണ്. അവൻ ജീവിതത്തിൽ യഥാർത്ഥ വഴികാട്ടി. അവൻ ഒരു സൈന്യത്തിന്റെ തലവൻ. അവൻ തന്റെ പടയാളികളെ അവൻ വഴി നടത്തുന്ന പോലെ, അതുപോലെ തന്നെ വഴിയില്ലാത്തടുത്ത് ഒരു പുതുവഴി വെട്ടി അവനെ നടത്തുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. അവൻ നടക്കേണ്ടുന്ന പാതയിൽ അവനെ നടത്തുന്ന ദൈവം. അല്ലെങ്കിൽ നമ്മൾ യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: അവൻ നമ്മൾ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ നമ്മെ നടത്തുന്നവനായ ദൈവം. അവൻ നമ്മളൊരു വഴിയിൽ കൂടെ നടക്കുമ്പോൾ അവൻ ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ഇമ്പമേറിയ ശബ്ദം അവൻ നമ്മെ പിന്നിൽ നിന്ന് കേൾപ്പിച്ചുകൊണ്ട് ആ വഴിയിൽ കൂടെ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആരെങ്കിലും അവൻ വഴിയറിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ അവൻ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുന്ന് പ്രഭുവാണ്, അവിടുന്ന് വഴികാട്ടിയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ അമീൻ ഈ മില്ലുംപടിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ അമ്മ ഞങ്ങൾ ചെല്ലുവാനിടയായി തീർന്നു. അമീൻ അവിടെ ചെല്ലുമ്പോൾ അമീൻ ആ വീട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവൻ ജീവിതത്തിൽ രോഗം, അവൻ സാമ്പത്തിക ഞെരുക്കം, കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ആമേൻ ആശങ്ക, അവൻ വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു കുടുംബം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. വളരെ സങ്കടത്തോടെ ആ വീട്ടിലെ അമീൻ ഗ്രഹനാഥ തങ്ങളോട് ആ സങ്കടം പങ്കുവെച്ചു. അവൻ ദൈവസനെ പ്രാർത്ഥിച്ചു. അവൻ വളരെ ആശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം വരെ കാണാൻ കഴിഞ്ഞതിലോ അവൻ ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റിയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ വഴിയറിയാതെ ഭാരപ്പെടുകയാകാം. എന്നാൽ ഇന്ന് രാത്രി വഴികാട്ടുന്നൊരു യേശു ഉണ്ടെന്നുള്ള സത്യം ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക. അവൻ 2-ാമത്തെ കാര്യം, അവൻ ഈ വാക്കിന്റെ അർത്ഥം ഉറവിടമെന്നാണ്
ഉറവിടമാണ്. ഉറവിടം എന്ന് പറയുമ്പോൾ ജീവന്റെ രക്ഷയുടെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. അതുകൊണ്ടാണ് എബ്രായലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സകലത്തിന്റെ എല്ലാവർക്കും സകലത്തിന്റെയും കാരണഭൂതനായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവിടെ രക്ഷാനായകന് കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. രക്ഷയുടെ നായകൻ ജീവന്റെയും രക്ഷയുടെയും ഉറവിടം ക്രിസ്തുവാണ്. മറ്റൊരിടമില്ലെന്നുള്ള വസ്തുത ഈ രാത്രി ഞാൻ ദേശത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക. പ്രഭു എന്നുള്ളതിന്റെ വാക്കിന്റെ 3-ാമത്തെ അർത്ഥം അധികാരി എന്നുള്ളതാണ്. അധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നവൻ. പ്രിയപ്പെട്ടവരെ രാത്രി ശ്രദ്ധിക്കണമേ. സാത്താന്റെ കർത്തൃത്വത്തിലായിരുന്നു നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ നാളുകളായിരുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായ നിലയിൽ വിടുവിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഈ രാത്രി നമ്മൾ നന്ദിയുള്ളവരാണ്. ഹല്ലേലൂയ. പിശാച് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന നാളുകൾ നമ്മൾ ഏത് നിലയിലായിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ, അർത്ഥമില്ലാതെ നടന്ന സമയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിടുവിച്ച സാത്താനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് നമ്മുടെ മേൽ കർത്തൃത്വമുള്ളവനായി മാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റി. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റിയ കർത്താവിനെ രാത്രി നന്ദിയോട് നമുക്ക് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. എനിക്ക് ഇന്ന് രാത്രി ധൈര്യത്തോട് പറയാൻ കഴിയും, ഈ ഒരുക്കപ്പെട്ട ഈ പന്തലിന്റെ തണലിൽ ആയിരിക്കുന്ന എല്ലാവരും സ്ഥിതി മാറ്റപ്പെട്ടവരാണ്, അവസ്ഥയ്ക്ക് മാറ്റം വന്നവരാണ്, ദൈവം സന്ദർശിച്ചവരാണ്. ഹല്ലേലൂയ. ലക്ഷ്യമില്ലാതെ വേണം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ വേണം ജീവിച്ച സ്ഥാനത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഈ രാത്രി നമുക്ക് നന്ദിയോട് ആ കർത്താവിന് മഹത്വം കരേറ്റുവാൻ ഇടയാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക, യേശുവിനെ പ്രഭുവായും രക്ഷിതാവുമായി ഉയർത്തി. 2-ാമത്തെ കാര്യം രക്ഷിതാവ് എന്നുള്ളതാണ്. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ സ്വന്തം പ്രയത്നം കൊണ്ട് രക്ഷിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ് ഒരു രക്ഷിതാവിനെ അവൻ ആവശ്യമായി വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്വന്തം കഴിവുണ്ടോ, സ്വന്തം പരിശ്രമം കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയാതെ വരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഒരു രക്ഷിതാവിൻ്റെ ആവശ്യം വരുന്നത്. ദൈവത്തിന് വലിയ രാത്രി ശ്രദ്ധിക്കണം. രക്ഷിതാവ് എന്നുള്ള വാക്കിനും 2-3 അർത്ഥങ്ങളുണ്ട്. 1-ാമത്തെ അർത്ഥം വീണ്ടെടുപ്പുകാരൻ എന്നാണ്. 2-ാമത്തെ അർത്ഥം വിടുവിക്കുന്നവൻ എന്നാണ്. 3-ാമത്തെ അർത്ഥം സമാധാനം നൽകുന്നവൻ. എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടെടുക്കണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിനൊരു വീണ്ടെടുപ്പ് വില കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് വീണ്ടെടുപ്പിന്റെ വില കൊടുത്തുകൊണ്ടാണ്. ആ വില എന്ന് പറയുന്നത് തന്റെ ജീവനെ നമുക്ക് നൽകിയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവനെ തന്ന കർത്താവ് നമ്മെ വീണ്ടെടുത്തതോർത്ത് ഇന്ന് രാത്രി നമ്മൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യണം. 2-ാമത്തെ അർത്ഥം വിടുവിക്കുന്നവനെന്ന. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടാകും, എന്റെ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിക്ക് എനിക്കൊരു വിടുതൽ ഉണ്ടാകുമോ? ആർക്കെങ്കിലും എന്നെ വിടുവിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയട്ടെ, വിടുവിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവ് യേശു ക്രിസ്തുവാണ്. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്നവര് കർത്താവ് ഇവിടുന്ന് വിടുവിക്കുന്നവനാ. 3-ാമത്തെ വിഷയം സമാധാനം നൽകുന്നവൻ. സ്തോത്രം. ഇന്ന് മനുഷ്യൻ അഭിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനമില്ലെന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഈ ദിവസങ്ങളോ നമ്മൾ കാണുന്ന പോലെ ചില ആത്മഹത്യകളോ ജീവിതത്തിൽ എല്ലാം വേണ്ടുവോളമുണ്ട്. വേണ്ടുന്നതിൽ അധികവുമുണ്ട്. സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, പ്രതാപമുണ്ട്, സകലവുമുണ്ട്. തങ്ങളെ അനുഗമിക്കാൻ തങ്ങൾക്ക് ഒത്തിരി പുകഴ്ത്തുന്നവരുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ സമാധാനമില്ല. കഴിഞ്ഞ ദിവസം 56 വയസ്സുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കണം. ആത്മഹത്യ ആ മനുഷ്യന്റെ വേർപാടില് അല്ലെങ്കിൽ ആ മരണത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ്. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജീവിതം മടുത്തു. മുൻപോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. അവസാനം കണ്ടെത്തിയ മാർഗമാണ് ആത്മഹത്യ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവര്, അടുത്ത ദിവസം ആത്മഹത്യ ചെയ്ത വ്യക്തി മാത്രമല്ല, എത്രയോ പേര് ഇങ്ങനെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും ആത്മഹത്യയെ കുറിച്ച്
ചിന്തിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, ജീവിതത്തിൽ നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്, ഒരു രക്ഷിതാവുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാകുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിടുവിപ്പാൻ യേശു മതിയായവനാണ് എന്ന വസ്തുത ഈ രാത്രിയിൽ ഞങ്ങൾ ധൈര്യസമേതം വിളിച്ചു പറയുക. യേശുവിനെ ഉയർത്തുവാനിടയായി നമ്മൾ ശ്രദ്ധിക്കണമേ. പ്രഭു ജീവിതത്തെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുമ്പോൾ രക്ഷിതാവ് നമുക്ക് പാപമോചനവും നിത്യജീവനും നൽകുന്നു. നമ്മൾ ശ്രദ്ധിക്കണമേ, യേശുവിനെ രക്ഷിതാവും പ്രഭുവായ രക്ഷിതാവും ഉയർത്തിയത് മാനസാന്തരവും പാപമോചനവും നൽകുന്നതിന് വേണ്ടിയാണ്. എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? ശ്രദ്ധിക്കണം, അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്കിലെ വാക്കിന്റെ അർത്ഥം മെറ്റാനോ എന്നുള്ള വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം മനസ്സിനൊരു മാറ്റമുണ്ടാകുക. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതിന് കൊടുക്കാൻ കഴിയുന്ന വാക്ക് ദിശ മാറുക എന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, 180 ഡിഗ്രി നേരെ തിരിഞ്ഞ് ഞാൻ നടക്കുന്നതിനെയാ മാനസാന്തരം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണമേ, ഞാൻ പോകുന്ന വഴി അപകടമാണ്, ഞാൻ പോകുന്ന വഴി അനർത്ഥമാണ്, എൻ്റെ ജീവിതത്തിൽ തകർച്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങി വരുന്നതിനെയാണ് ആരിലേക്ക് മടങ്ങി വരിക? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിനെയാ മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. രണ്ടാമത്തെ കാര്യം തിരിച്ചറിവാണ്. ചെയ്യുന്നത് തെറ്റാണെന്ന് അവനുള്ള ബോധ്യമുളവാകുന്നതാണ് മാനസാന്തരം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തെറ്റാ, എനിക്കൊരിക്കലും പാടില്ലാത്തതാ, എൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർ, ഞങ്ങളിങ്ങനെ പല വീടുകളും ഈ സുവിശേഷ സന്ദേശവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ പലരും ഞങ്ങളോട് സങ്കടത്തോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഈ പാപ വഴി വിട്ടു മാറണമെന്ന് ആഗ്രഹമുണ്ട്, ഈ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്കത് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മെ വിടുവിക്കുവാൻ യേശു മതിയായവനാണ്. എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം. ഒരു പകൽ മുഴുവനും അധ്വാനിച്ച് കിട്ടിയത് ബീവറേജിന്റെ കടയിൽ കൊണ്ടുപോയി നൽകാനല്ല നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെ അത് കുടുംബത്തിൽ കൊണ്ടുവന്ന് ഭാര്യ കുഞ്ഞുങ്ങളോടൊന്നിച്ച് സന്തോഷത്തോടെ അതിന്റെ നന്മ അനുഭവിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിവുണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യം പ്രവൃത്തിയിലെ മാറ്റമാണ്. ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഒരു മാറ്റമുണ്ടാകുന്നതിനെയാണ് മാനസാന്തരം എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു വ്യക്തിയെ പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ നമ്മളെല്ലാവരും വിളിക്കുന്നത് മുടിയൻ പുത്രൻ എന്നാണ്. മുടിയൻ പുത്രനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുക. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവകാശം വാങ്ങിച്ചുകൊണ്ട് അവൻ കടന്നുപോയി. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവകാശവും വാങ്ങിച്ച് കടന്നുപോയി. അവൻ ദൂർത്തടിച്ച് എല്ലാം അവൻ നഷ്ടപ്പെടുത്തി. അവൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ അവൻ വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടിയ സമയം അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. എന്നിട്ട് എൻ്റെ അപ്പനോട് പറയും, അപ്പ, ഞാൻ അപ്പനോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചതുപോലെ തന്നെ മടങ്ങി വന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊക്കെ തീരുമാനമെടുക്കാറുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുക. അവൻ്റെ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടായി, അവൻ അതിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുകയാണ്. അവൻ മടങ്ങി വരികയാ. മടങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവനെ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പുണർന്ന് അവനെ വീട്ടിലേക്ക് കൈക്കൊള്ളുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറാകുന്നെങ്കിൽ, നമ്മെ വാരി പുണരുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ആ നാമത്തിലെ പേരാ യേശുവിന്റെ നാമം. ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുന്ന നാമം. നിങ്ങൾ നശിക്കുന്നതിലോ നിങ്ങൾ തകരുന്നതിലോ ഒട്ടുമേ ഇഷ്ടമില്ലാത്ത യേശു കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ സ്വാഗതം ചെയ്യുക. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാനിടയാട്ടെ. നമ്മൾ ശ്രദ്ധിക്കണമേ, മാനസാന്തരപ്പെടുന്നവർക്ക് സൗജന്യമായി നൽകുന്നതാണ് പാപമോചനം എന്ന് പറയുന്നത്. പാപമോചനം എന്ന് പറയുന്നത് സൗജന്യമായി മാനസാന്തരപ്പെടുന്നവർക്ക് ദൈവം നൽകുന്നതായ അനുഗ്രഹം. നമ്മൾ ശ്രദ്ധിക്കണം.
ശ്രദ്ധിക്കണമേ, പാപത്തെ വിശുദ്ധ തിരുവെഴുത്തിൽ കടമെന്നാ ഓർപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്: ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതേ കാര്യം തന്നെ വിശുദ്ധ ലൂക്കോസ് 11:3 നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അമ്മ നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ അത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് കടം, പാപത്തെ കടമെന്ന് വിശേഷിപ്പിച്ചിരിക്കുക. ഇന്ന് രാത്രി നമ്മുടെ കടം ദൈവത്തിലെ ഇന്ന് രാത്രി വീട്ടാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 10,000 താലന്ത് കടംപെട്ടവൻ. അവന് വീട്ടുവാൻ വകയില്ല. അവന് യജമാന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടുവാൻ വകയില്ല. ആ യജമാനെ മനസ്സലിഞ്ഞ് ആ കടം മുഴുവനും ഇളച്ചു കൊടുത്തു. തിരുവചനത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മനുഷ്യൻ മടങ്ങി വരുമ്പോൾ 100 താലന്ത് കടംപെട്ട ഒരു മനുഷ്യനോട് കാണുക. ആ മനുഷ്യനോട് കരുണയോട് ഇടപെടാൻ കഴിയാത്ത നിമിത്തം അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ച തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ആ 10,000 താലന്ത് കടംപെട്ടവൻ അവന് വീട്ടാൻ വകയില്ല. ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപം അതിന്റെ കടം ദൈവത്തിൽ വില വീട്ടാൻ യാതൊരു മാർഗവുമില്ലാതെ വേണോ, യാതൊരു വഴിയുമില്ലാതെ വേണോ നമ്മൾ ഇന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, പാപത്തിന്റെ നീരാളി പിടുത്തത്തിൽ അമർന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ രാത്രിയിൽ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും, അത് രക്താംബരം പോലെ ചുവന്നിരുന്നാലും അതിനെ പഞ്ഞി പോലെ ആക്കാൻ മതിയായവനാണ്. ഒരു നയ പൈസ ചെലവില്ലാതെ വേണം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, പാപമോചനത്തിന് വേണ്ടി, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരാ, തീർത്ഥയാത്ര നടത്തുന്നവരാ. പക്ഷെങ്കിൽ സങ്കടമെന്ന് പറയട്ടെ, ആർക്കും ഇന്ന് വരെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനം ശ്രദ്ധിക്കുക. യേശു നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത്. ഇന്ന് രാത്രി സഹോദര, സഹോദരി, നിങ്ങളൊരു പാപത്തിന് അടിമപ്പെട്ടവനാണോ? പാപത്തിന് അടിമപ്പെട്ടവളാണോ? ആ പാപത്തിന്റെ കടം വീട്ടാൻ വഴിയില്ലാതെ വേണോ ഇന്ന് രാത്രി വല്ലാതെ ഞരങ്ങുകയാണോ? യേശു കർത്താവ് ഈ രാത്രി നിങ്ങളെ മാടി വിളിക്കുക. യേശുവിന്റെ സന്നിധിയിലേക്ക് ഈ രാത്രി കടന്നു വരുവാൻ കഴിയുന്നെങ്കിൽ യേശു ഈ രാത്രി നിങ്ങളെ വിടുവിക്കും. മാനസാന്തരപ്പെടുന്നവർക്ക് പാപമോചന സൗജന്യമാ, നയാ പൈസ ചെലവില്ല. ഇന്ന് രാത്രി അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗ്ഗപിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം, മനോഹരമായി കൺവെൻഷനായി സ്തോത്രം. ഈ ദേശത്തോട് അങ്ങയുടെ നാമം വിളിച്ചറിയിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന കൺവെൻഷന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവിടുത്തെ ദാസൻ എന്ന നിലയിൽ അടിയനെ അനുഗ്രഹിച്ച ഉദ്ഘാടനം ചെയ്യുന്നു. കൃപയാവരിക്കട്ടെ, ദേശം വിടുവിക്കപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർഗടം ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹാരിസൺ സേവ്യർ മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. കർത്താവിന്റെ ദാസനെ